അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് MS സുബ്ബലക്ഷ്മി എന്നുള്ള ചാപ്റ്റർ ആയിരുന്നു. അതിൻ്റെ ഒന്ന് രണ്ട് പാരഗ്രാഫ് നമ്മൾ എടുത്തു കഴിഞ്ഞു. അടുത്തതായിട്ട് ജബ് വഹ് സിർഫ് 15 ബറസ് കി തി, അവിടെ മുതലാണ് നോക്കാനുള്ളത്. ജബ് അപ്പോൾ, വഹ് സിർഫ് 15 ബറസ് 15 വയസ്സ് പ്രായം മാത്രം, കീത്തി ആയിരുന്നപ്പോൾ. ജബ് വഹ് സിർഫ് 15 ബറസ് കീത്തി, 15 അവർക്ക് 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ. ഉനേം അവരെ ഷാദി की किसी तकरीब में गाने के लिए बुलाया गया. ഷാദി की വിവാഹത്തിൻ്റെ കിസി തഖരീബ് മേ ഒരു അവസരത്തിൽ, തഖരീബ് ഫങ്ഷൻ എന്നുള്ള അർത്ഥമുണ്ട്, അവസരം എന്നുള്ള അർത്ഥം ഉണ്ട്. അപ്പോൾ ഒരു കല്യാണത്തിൻ്റെ ഫങ്ഷനിൽ, അവസരത്തിൽ, ഗാനെ കേലിയെ പാടാൻ വേണ്ടി, ബുലായ ഗയ വിളിക്കപ്പെട്ടു. ഉനേം അവരെ ഷാദി की किसी തഖരീബ് മേ കല്യാണത്തിൻ്റെ ഒരു ഫങ്ഷനിൽ, ഗാനെ കേലിയെ പാടാൻ വേണ്ടി, ബുലായ ഗയ വിളിക്കപ്പെട്ടു. വഹ് 2 घंटे तक ഗാത്തി രഹി. വഹ് 2 घंटे तक 2 മണിക്കൂർ വരെ പാടിക്കൊണ്ടേയിരുന്നു. ഗാത്തി രഹി പാടിക്കൊണ്ടേയിരുന്നു. വഹ് അവർ 2 घंटे तक 2 മണിക്കൂർ വരെ ഗാത്തി പാടിക്കൊണ്ടേയിരുന്നു. उनकी आवाज में इतना सोज और ऐसी मिठास थी. उनकी അവരുടെ ആവാസ് में അവരുടെ ശബ്ദത്തിൽ, അവരുടെ സൗണ്ടിൽ, ഇത്തന സോസ്, ഇത്രയും സോസ് എന്ന് പറഞ്ഞാൽ ശോകം, നമ്മുടെ ഫീലിങ്ങിൻ്റെ ഡെപ്തിനും പറയാനുണ്ട്, ഡെപ്ത് ഓഫ് ദ ഫീലിംഗ്. അപ്പോൾ ഒരു ശോകമുള്ള അല്ലെങ്കിൽ വേദന നിറഞ്ഞൊരു പാട്ട് പാടുകയാണെങ്കിൽ അത്രത്തോളം ശോകം അവരുടെ ആ ശബ്ദത്തിലുണ്ടാകും. അവർ ഐസി മിട്ടാസ്, അതുപോലെ അത്രയും മാധുര്യവും, മിട്ടാസ്തി ഉണ്ടായിരുന്നു അവരുടെ ശബ്ദത്തിൽ. ഉൻകി ആവാസ് മേ ഇത്തന സോസ് ഔർ ഐസി മിട്ടാസ്തി, ഇത്രയും ശോകവും അതുപോലെ ഇത്രയും മാധുര്യവും ഉണ്ടായിരുന്നു. എത്രത്തോളം? ലോഗ് സബ് കുച്ച് ബുലാക്കർ സിർഫ് ഉൻകി ആവാസ് കെ ജാദു മേ കോയ രഹെ. ലോഗ് മനുഷ്യർ, ആളുകൾ, സബ് കുച്ച് എല്ലാം, സബ് കുച്ച് ബുലാക്കർ എല്ലാം മറന്നിട്ട്, ബുലാക്കർ മറന്നിട്ട്, സബ് കുച്ച് ബുലാക്കർ എല്ലാം മറന്നിട്ട്, സിർഫ് മാത്രം, സിർഫ് ഉൻകി ആവാസ് കെ അവരുടെ ശബ്ദത്തിൻ്റെ മാത്രം, ഉൻകി ആവാസ് കെ ജാദു, ജാദു എന്ന് പറഞ്ഞാൽ മാജിക്, മാന്ത്രിക വലയം എന്നൊക്കെ പറയാം. അപ്പോൾ അവരുടെ ആ ശബ്ദത്തിൻ്റെ മാജിക്കിൽ, ആ മാന്ത്രിക വലയത്തിൽ, കോയരഹെ ലയിച്ചിരുന്നു. ലോഗ് സബ് കുച്ച് ബുലാക്കർ ആളുകൾ എല്ലാം മറന്നിട്ട്, സിർഫ് ഉൻകി ആവാസ് കെ ജാദുമേ അവരുടെ ശബ്ദത്തിൻ്റെ ആ മാജിക്കിൽ മാത്രം, കോയരഹെ മുഴുകിയിരിക്കും. അപ്പോൾ അവരുടെ ശബ്ദം അത്രത്തോളം മാധുര്യമുള്ളതാണ് എന്നർത്ഥം. സുബ്ബലക്ഷ്മി की आवाज और गायकी में फितरी हुस्न था. സുബ്ബലക്ഷ്മി അവരുടെ ആവാസ് और गायकी में, ഗായകി എന്ന് പറഞ്ഞാൽ സോങ്, അതുപോലെ സ്കിൽ ഓഫ് സിംഗിങ് ഒക്കെ ഗായകി എന്ന് പറയും. നമ്മുടെ പാടാനുള്ള കഴിവ്, ആ പാടാനുള്ള കഴിവിലും, ആവാസ് സൗണ്ട്, അവരുടെ ശബ്ദം, അവരുടെ ശബ്ദത്തിലും, അതുപോലെ ആ പാടാനുള്ള കഴിവിലും, ഫിത്രി ഹുസ്ൻ ത, ഫിത്രി ഹുസ്ൻ, ഫിത്രി എന്ന് പറഞ്ഞാൽ അവർ നാച്ചുറായിട്ടുള്ള, ഇൻബോൺ അഥവാ ജന്മന തന്നെ എന്തായിരുന്നു, ഹുസ്ൻ ത, അത് വളരെ മനോഹരമായിരുന്നു. അപ്പോൾ നമുക്കിങ്ങനെ പറയാം, ഫിത്രി ഹുസ്ൻ ത, പ്രകൃതിദത്തമായ സൗന്ദര്യം എന്നൊക്കെ പറയാം. അപ്പോൾ അവർ ജന്മന തന്നെ സൗന്ദര്യമുള്ളവരാളായിരുന്നു, അവരുടെ സൗണ്ടിലും ശബ്ദത്തിലും അതുപോലെ ആ പാടാനുള്ള കഴിവിലും. സുബ്ബലക്ഷ്മി की आवाज़
സുബ്ബലക്ഷ്മിയുടെ സൗണ്ട്, ശബ്ദം, അവർ ഗായകി, അവരുടെ സോങ് അല്ലെങ്കിൽ അവരുടെ സ്കില്ല്, പാടാനുള്ള കഴിവ്, അതിലും ഫിത്രി ഹുസൻത, പ്രകൃതിദത്തമായ സൗന്ദര്യം ഉണ്ടായിരുന്നു, അതിമനോഹരമായിരുന്നു. ജബ് ഉൻകെ വതൻ മധുരൈ മേം ഉൻകി ശുഹറത്ത് ഫെയിലി. ജബ് ഉൻകെ വതൻ, അവരുടെ ദേശത്തിലായപ്പോൾ, ജബ് അപ്പോൾ, ഉൻകെ വതൻ മധുരൈ മേം, അവരുടെ ദേശമായ മധുരയിൽ ആയപ്പോൾ, ഉൻകി ശുഹറത്ത്, അവരുടെ പ്രശസ്തി ഫേലി, അത് വ്യാപിച്ചു, ഫേലിത്തോ, വ്യാപിച്ചിരുന്നു. അപ്പം അങ്ങനെ മുഴുവനായിട്ട് അർത്ഥം വെക്കുക. ജബ് ഉൻകെ വതൻ മധുരൈ മേം ഉൻകി ശുഹറത്ത് ഫേലിത്തോ, അവരുടെ ദേശമായ മധുരയിൽ അവരുടെ ഫെയിം, അവരുടെ പ്രശസ്തി വ്യാപിച്ചപ്പോൾ, ഉൻകി വാലിദ, उनकी वालिदा ने उन्हें मद्रास ले जाने का फैसला किया. ആ സമയത്ത്, അങ്ങനെ അവരുടെ ദേശമായ മധുരയിൽ അവരുടെ പ്രശസ്തി വ്യാപിച്ച ആ സമയത്ത്, ഉൻകി വാലിദ, അവരുടെ മാതാവ്, ഉൻകി വാലിദാനെ, അവരുടെ മാതാവ്, ഉനേം, അവരെ മദ്രാസിലേക്ക് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പോൾ അവരുടെ മാതാവ് ഉൻകി വാലിദാനെ ഉനേം, അവരെ മദ്രാസ് ലേ ജാനെ കാ ഫൈസല കിയ, അവരെ മദ്രാസിലേക്ക് കൊണ്ടുപോകാനുള്ള തീരുമാനമെടുത്തു. തീരുമാനം. താക്ക, എന്തുകൊണ്ടെന്നാൽ, ദൗർ ദറാസ് കെ ലോഗ് ബി ഉൻകി സലാഹിയത്ത് സെ ആഗാ ഹോ സക്കി. എന്തിനാണ് അങ്ങനെ മദ്രാസിലേക്ക് കൊണ്ടുപോകുന്നത്? താക്ക, എന്തുകൊണ്ടെന്നാൽ, ദൂർ ദറാസ് കെ ലോഗ്, ദൂരെയുള്ള മനുഷ്യരും, ഉൻകി സ്വലാഹിയത്ത് സെ, അവരുടെ കഴിവിനെ, ആഗാഹ് എന്ന് പറഞ്ഞാൽ അറിവുള്ളവരാവുക, ആഗാഹ് ഹോ സഖി, അറിവുള്ളവരാവാൻ സാധിക്കും. സഖി എന്ന് പറഞ്ഞാൽ സക്കിന, സാധിക്കുക, ക്യാൻ. പിന്നെ അപ്പോൾ എവിടെയാണ് പറഞ്ഞത്? ദൂർ ദറാസ് കെ ലോഗ്, ദൂരെയുള്ള ആളുകളും, ദൂർ ദറാസ് കെ ലോഗ് ബി, ദൂരെയുള്ള ആളുകളും, ഉൻകി സ്വലാഹിയത്ത്, അവരുടെ കഴിവ്, അവരുടെ സ്കില്ല്, ആഗാ ഹോ സഖി, അറിവുള്ളവരാവാൻ സാധിക്കും. മധുരയിൽ മാത്രം ഒതുങ്ങി കൂടേണ്ട എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെയാണ് അവരെ മദ്രാസിലേക്ക് അവരുടെ മാതാവ് കൊണ്ടുപോകുന്നത്. ബാക്കി ഉസ് ജമാനെ മേ, ആ കാലത്ത് ഉസ് ജമാനെ മേ സ്റ്റേജിൽ ഔറത്തോം കെ ഗാനെ കാ റിവാജ് നഹീ താ. സ്റ്റേജിൽ ഔറത്തോം കെ ഗാനെ കാ, സ്ത്രീകൾ പാടുന്ന റിവാജ്, സിസ്റ്റം, ശൈലി, നഹീത, ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സംസ്കാരം ഇല്ലാത്തൊരു കാലമായിരുന്നു അത്. സ്ത്രീകളൊക്കെ സ്റ്റേജിൽ കയറി പാടുന്നൊരു രീതി. ഉസ് ജമാനേമേ, ആ കാലഘട്ടത്തെ, സ്റ്റേജിൽ ഔറത്തോം കെ ഗാനേക്ക, സ്ത്രീകൾ പാടുന്ന റിവാജ് നഹീത, സിസ്റ്റം, ശൈലി ഉണ്ടായിരുന്നില്ല. ലോഗ്, ജനങ്ങൾ, ഉസെ, അതിനെ, അഥവാ സ്ത്രീകൾ പാടുന്നതിനെ, ഉസെ, അതിനെ, മയൂബ് സംസ്ഥേത്ത, അവർ അതിനെ ഒരു ഐബായിട്ടാണ്, ഒരു ന്യൂനതയായിട്ടാണ്, ഒരു തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത്. ലോഗ്, മനുഷ്യർ, ഉസെ, അതിനെ, മയൂബ് സംസ്ഥേത്തെ, ഒരു തെറ്റായിട്ട് മനസ്സിലാക്കിയിരുന്നു. സ്ത്രീകൾ സ്റ്റേജിൽ കയറുന്നതും സ്റ്റേജിൽ പാടുന്നതും തെറ്റായി കണ്ടിരുന്ന ഒരു കാലത്താണ് സുബ്ബലക്ഷ്മി പാട്ടിൻ്റെ രംഗത്ത് ജ്വലിച്ചു നിൽക്കുന്നത്. അപ്പോൾ അവർ ആ സമയത്ത് സുബ്ബലക്ഷ്മി ഇസ് റിവായത്ത് കോ, ഈ സംസ്കാരത്തെ, ഈ സിസ്റ്റത്തെ, തോടിനേക്ക, പൊളിക്കാൻ, ഒഴിവാക്കാൻ, ഉപേക്ഷിക്കാൻ, ഇറാദ കർലിയ, ഉദ്ദേശിച്ചു. അപ്പോൾ ഈ ഒരു സംസ്കാരത്തെ, ഇങ്ങനെ സ്ത്രീകൾ സ്റ്റേജിൽ കയറി പാടുന്നത് തെറ്റായി കണ്ടിരുന്ന ഒരു സംസ്കാരത്തെ, ഒരു സിസ്റ്റത്തെ, ഒരു ശൈലിയെ പൊളിക്കാൻ ഉദ്ദേശിച്ചു? സുബ്ബലക്ഷ്മി ഉദ്ദേശിച്ചു. സുബ്ബലക്ഷ്മി ഇസ് റിവായത്ത് കോ, ഈ സംസ്കാരത്തെ, തോടിനേക്ക, ഉപേക്ഷിക്കാൻ, തോടിനേക്ക, പൊളിക്കാൻ, ഇറാദ കർലിയ, ഉദ്ദേശിച്ചു.
और स्टेज पर अपने फन का मुजाहिरा करने की ठान ली. और സ്റ്റേജിൽ അപ്നെ ഫൻ എന്ന് പറഞ്ഞാൽ സ്കില്ല്, അതുപോലെ ആർട്ട്, കല, തൻ്റെ കലയെ അപ്നെ ഫൻ തൻ്റെ കല മുസാഹിറ കർണേക്ക് അത് പ്രകടമാക്കാൻ, പ്രദർശിപ്പിക്കാൻ, ഷോ ചെയ്യാൻ ടാൻലി അവർ പ്രതിജ്ഞ ചെയ്തു. സ്റ്റേജ് പർ അപ്നെ ഫൻ കാ മുസാഹിറ കർണേക്ക് ടാൻലി, സ്റ്റേജിൽ തൻ്റെ കലയെ പ്രദർശിപ്പിക്കാൻ അവർ പ്രതിജ്ഞ ചെയ്തു. സുന്നേ വാലെ മസ്ഹൂർ ഹോ ഗയി, സുന്നേ വാലെ കേൾവിക്കാർ, ശ്രോതാക്കൾ, മസ്ഹൂർ ഹോ ഗയി അവർ ഭ്രമിച്ചുപോയി. സുബ്ബലക്ഷ്മിയുടെ പാട്ട് കേട്ടിട്ട് അവർ അതിൽ ലയിച്ചുപോയി, ഭ്രമിച്ചുപോയി. മസ്ഹൂർ ഹോ ഗയി. बहुत जल्द सुब्बलक्ष्मी ने अपनी सलाहियत का लोहा मनवा लिया. बहुत जल्द വളരെ പെട്ടെന്ന്, बहुत जल्द വളരെ പെട്ടെന്ന്, സുബ്ബലക്ഷ്മി अपनी सलाहियत തൻ്റെ കഴിവ്, अपनी सलाहियत का തൻ്റെ കഴിവിനെ ലോഹ മൻവാലിയ. ലോഹ മന്ന എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുക, ബോധ്യപ്പെടുക എന്നൊക്കെയാണ്. ലോഹ മൻവാലിയ എന്ന് പറഞ്ഞാൽ അംഗീകരിപ്പിക്കുക എന്നുള്ള അർത്ഥം. അംഗീകരിപ്പിക്കുക, ബോധ്യപ്പെടുത്തുക. അപ്പോൾ അപ്പനെ സ്വലാഹിയത്തുക തൻ്റെ കഴിവിനെ ലോഹ മൻവാലിയ അംഗീകരിപ്പിച്ചു, ബോധ്യപ്പെടുത്തി. और उनके हुनर की खुशबू हर तरफ फैल गई. और उनके हुनർ എന്ന് പറഞ്ഞാൽ മഹത്വം, മഹത്വം. ഉൻകെ ഹുനർ കി അവരുടെ മഹത്വത്തിൻ്റെ ഖുശ്ബു സുഗന്ധം ഹർ തറഫ് എല്ലാ ഭാഗത്തും ഫേൽ ഗയി വ്യാപിച്ചു. ഉൻകെ ഹുനർ കി ഖുശ്ബു അവരുടെ മഹത്വത്തിൻ്റെ സുഗന്ധം ഹർ തറഫ് ഫേൽ ഗയി എല്ലാ ഭാഗത്തും വ്യാപിച്ചു. ഉൻകി ശഖ്സിയത്ത് में गैर मामूली मुतानित और पाकीज़गी थी. ഉൻകി ശഖ്സിയത്ത് में അവരുടെ വ്യക്തിത്വത്തിൽ ഗൈർ മഅ്മൂലി അസാധാരണമായ മുത്താനിത്ത് എന്ന് പറഞ്ഞാൽ ഗൗരവം, സീരിയസ്നെസ്. ഔർ പാക്കീസ്ഗി എന്ന് പറഞ്ഞാൽ ശുദ്ധി, പാക്കീസ്ഗി തി ശുദ്ധിയും ഉണ്ടായിരുന്നു. ഉൻകി ശഖ്സിയത്ത് में അവരുടെ വ്യക്തിത്വത്തിൽ ഗൈർ മഅ്മൂലി അസാധാരണമായ മുത്താനിത്ത് ഗൗരവവും, ഔർ പാക്കീസ്ഗി തി ശുദ്ധിയും ഉണ്ടായിരുന്നു. വളരെ നല്ല ഒരു വ്യക്തിയായിരുന്നു. ലോഗ് ഉൻകി ആവാസ് സെ മുഹബ്ബത്ത് കർത്തേ തെ. ലോഗ് ആളുകൾ ഉൻകി ആവാസ് സെ അവരുടെ ശബ്ദത്തെ മുഹബ്ബത്ത് കർത്തേ തെ ഇഷ്ടപ്പെട്ടിരുന്നു, സ്നേഹിച്ചിരുന്നു. ലോഗ് ആളുകൾ ഉൻകി ആവാസ് സെ അവരുടെ ശബ്ദത്തെ മുഹബ്ബത്ത് കർത്തേ തെ ഇഷ്ടപ്പെട്ടിരുന്നു. ഔർ ഉനേം ഇഹ്തിറാം കി നസർ സെ ദേഖ്തേ തെ. ഔർ ഉനേം അവരെ ഇഹ്തിറാം കി നസർ ആദരവിൻ്റെ നോട്ടം, ബഹുമാനത്തിൻ്റെ നോട്ടം, ഇഹ്തിറാം കി നസർ ആദരവിൻ്റെ നോട്ടത്തോടെ ദേഖ്തേ നോക്കിയിരുന്നു. ആദരവിൻ്റെ കണ്ണോടെ നോക്കിയിരുന്നു, ബഹുമാനത്തിൻ്റെ കണ്ണോടെ നോക്കിയിരുന്നു. അടുത്ത പാരഗ്രാഫ് നോക്കാം. सुब्बलक्ष्मी ने 4 फिल्मों में अदाकारी के जौहर भी दिखाए. സുബ്ബലക്ഷ്മി 4 ഫിൽമോ മേ 4 സിനിമകളിൽ അദാകാരി എന്ന് പറഞ്ഞാൽ അഭിനയം, അദാകാരി കെ ജോഹർ അഭിനയത്തിൻ്റെ പൂർണ്ണത, അഭിനയത്തിൻ്റെ തികവ്, ജോഹർ ബി അഭിനയ തികവും ദിക്കായെ കാഴ്ചവെച്ചു. സുബ്ബലക്ഷ്മിനെ 4 ഫിൽമോ മേ സുബ്ബലക്ഷ്മി 4 സിനിമകളിൽ അദാകാരി കെ ജോഹർ ബി അഭിനയത്തിൻ്റെ പൂർണ്ണതയും അഭിനയ തികവും ദിക്കായെ കാഴ്ചവെച്ചു, കാണിപ്പിച്ചു. ഉൻകി പഹലി ഫിലിം സേവാ സദാനം 1938 में ആയി. ഉൻകി അവരുടെ പഹലി ഫിലിം ആദ്യ സിനിമ സേവാ സദാനം ഓക്കെ 1938 में ആയി. 1938 വന്നു, റിലീസായി. ഉൻകി ദൂസരി ഫിലിമേം അവരുടെ മറ്റുള്ള സിനിമകൾ, ഉൻകി ദൂസരി ഫിലിമേം അവരുടെ മറ്റുള്ള സിനിമകൾ ശകുന്തളായി, സാവത്രി ഔർ മീര ഹെ.
അവരുടെ മറ്റുള്ള സിനിമകൾ ശകുന്തളായി, സാവിത്രി, മീര എന്നിങ്ങനെയാണ്. ഫിർ ഉനോംനെ അദാകാരി ചോടി. ഫിർ പിന്നീട്, ഉനോംനെ അവർ, അദാകാരി അഭിനയം, ചോടി ഉപേക്ഷിച്ചു. പിന്നീട് അവർ അഭിനയം ഉപേക്ഷിച്ചു. और अपने आप को मूसीकी के लिए वक़फ़ कर दिया. और अपने आप എന്ന് പറഞ്ഞാൽ തന്നെ अपने आप को मूसीकी के लिए മ്യൂസിക്കിന് വേണ്ടി വഖഫ് കർ ദിയ സമർപ്പിച്ചു. അപ്പോൾ അവരെ തന്നെ സംഗീതത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു. അടുത്ത പാരഗ്രാഫ് നോക്കാം. സുബ്ബലക്ഷ്മി को मुल्क का सबसे बड़ा एजाज भारत रत्न पेश किया गया. സുബ്ബലക്ഷ്മിക്ക് മുൽക്ക് കാ സബ്സെ ബഡ, രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ, മുൽക്ക് കാ രാജ്യത്തിൻ്റെ, സബ്സെ ബഡ ഏറ്റവും വലിയ, എഗ്സാസ് എന്ന് പറഞ്ഞാൽ അവാർഡ്, ബഹുമതി. അപ്പോൾ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ബഹുമതിയായ ഭാരത് രത്ന പേഷ് കിയാ ഗയ നൽകപ്പെട്ടു. ഭാരത് രത്ന അവാർഡ് അവർക്ക് നൽകപ്പെട്ടു. उसके अलावा उन्हें पद्मभूषण, रमन मैगसेसे अवार्ड और संगीत कलानिधि अवार्ड भी दिए गए. उसके अलावा അതിന് പുറമെ ഉനേം അവർക്ക് പത്മഭൂഷൺ അത് അവാർഡും, അതുപോലെ റമൻ മാഗ്സേസെ ഇതാണ് അവാർഡ്, ഓക്കെ, അവാർഡും, और സംഗീത് കലാനിധി അവാർഡും ആ അവാർഡും നൽകപ്പെട്ടു. ഏതൊക്കെയാണ്? പത്മഭൂഷൺ, രമൻ മാഗ്സേസെ, അതുപോലെ സംഗീത് കലാനിധി. ഈ അവാർഡുകളെല്ലാം അവർക്ക് നൽകപ്പെട്ടു. उन्हें अक़वा मुत्तहिदा के एक जश्न में गाने के लिए ख़ास तौर पर मदऊ किया गया. उन्हें അവരെ अक़वा मुत्तहिदा UNO, उन्हें अक़वा मुत्तहिदा के UNOയുടെ एक जश्न ഒരു സെലിബ്രേഷനിൽ അഥവാ ഒരു പാർട്ടിയിൽ, ഒരു ആഘോഷത്തിൽ, अक़वा मुत्तहिदा के एक जश्न में ഒരു ആഘോഷത്തിൽ ഗാനെ കെ ലിയെ പാടാൻ വേണ്ടി ഖാസ് തൗർ पर പ്രത്യേകമായിട്ട് മദൂ കിയ ഗയ അവരെ പ്രത്യേകമായിട്ട് ക്ഷണിക്കപ്പെട്ടു. ഇവിടെ UNOയിലെ ഒരു ജശ്ൻ, ഒരു ആഘോഷത്തിൽ. ഉന്നെ അഖ്വാ മുത്തഹിദ കെ ഏക് ജശ്ൻ, അവരെ UNOയുടെ ഒരു ആഘോഷത്തിൽ ഗാനെ കെ ലിയെ ഖാസ് തൗർ पर പാടാൻ വേണ്ടി പ്രത്യേകിച്ച് മദൂ കിയ ഗയ ക്ഷണിക്കപ്പെട്ടു. 1944 में सुब्बलक्ष्मी की मुलाकात गांधी जी से हुई. 1944 സുബ്ബലക്ഷ്മിക്ക് മുലാഖാത്ത്, സുബ്ബലക്ഷ്മിയുടെ കൂടിക്കാഴ്ച ഗാന്ധിജി സേ ഹുയി, ഗാന്ധിജിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായി. സുബ്ബലക്ഷ്മിക്ക് മുലാഖാത്ത് ഗാന്ധിജി സേ ഹുയി, ഗാന്ധിജിയുമായിട്ടുള്ള കൂടിക്കാഴ്ച ഉണ്ടായി 1944. ഉനോംനെ അവർ ഗാന്ധിജി കെ ലിയെ, ഗാന്ധിജിക്ക് വേണ്ടി കൈ ഭജൻ ഗായെ, ഭജനം പാടിയ, സ്തുതിഗീതം പാടി. और कई फलाही कामों में ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഫലാഹി കാമോ എന്ന് പറഞ്ഞാൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, കാം അതിൻ്റെ പ്ലൂറലാണ് കാമോ. അപ്പോൾ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഹിസ്വാലിയ പങ്കുകൊണ്ടു, പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നൊക്കെ പറയും. അപ്പോൾ ഗാന്ധിജിക്ക് വേണ്ടി പാടുകയും അതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്തു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹവും സുബ്ബലക്ഷ്മിയെ കുതിർദാൻ എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക എന്നർത്ഥം, അപ്പോൾ അഭിനന്ദിച്ചിരുന്നു. അഭിനന്ദിച്ചിരുന്നു. ജവഹർലാൽ നെഹ്റുവും സുബ്ബലക്ഷ്മിക്ക് സുബ്ബലക്ഷ്മിയെ അഭിനന്ദിച്ചിരുന്നു. 2003 में 2003 उस बेमिसाल गिलोकारा का इंतकाल हो गया. 2003
ബേമിസാൽ പകരം വെക്കാനില്ലാത്ത ഗിലോക്കാറ പാട്ടുകാരിയുടെ ഗിലോക്കാറാക്ക പാട്ടുകാരിയുടെ ഇന്തിക്കാൽ ഹോഗയ ഇന്തിക്കാൽ സംഭവിച്ചു, മരണം സംഭവിച്ചു. അപ്പൊ പകരം വെക്കാനില്ലാത്ത ബേമിസാൽ ഗിലോക്കാറ പകരം വെക്കാനില്ലാത്ത ആ പാട്ടുകാരിയുടെ മരണം സംഭവിച്ചു 2003 ഇന്തിക്കാൽ ഹോഗയ. ഉൻകി കമി അവരുടെ കുറവ്, ഉൻകി കമി അവരുടെ കുറവ് ഹമേശ ഇപ്പോഴും മഹ്സൂസ് കി ജായേഗി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മഹ്സൂസ് കി ജായേഗി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഉൻകി കമി അവരുടെ കുറവ് ഹമേശ ഇപ്പോഴും മഹ്സൂസ് കി ജായേഗി അനുഭവപ്പെടുന്നു. അപ്പോൾ MS സുബ്ബലക്ഷ്മിയുടെ കുറിച്ചുള്ള ഒരു ചാപ്റ്ററാണ് നമ്മൾ നോക്കി തീർന്നത്. എല്ലാവരും നന്നായിട്ട് വായിക്കുക, പല പ്രാവശ്യം വായിക്കുക, മനസ്സിലാക്കുക, അവരെക്കുറിച്ച് നന്നായിട്ട് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.